ക്രൈംസിൽ നിന്നും കളക്ട് ചെയ്യുന്ന എവിഡൻസുകൾ പാക്ക് ചെയ്യുന്ന വിധമാണ് നമ്മളിവിടെ ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ പോകുന്നത്. വൈറ്റ് പേപ്പർ യൂസ് ചെയ്ത് ഡ്രഗസ്റ്റ് ഫോൾഡ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. ഒരു പേപ്പർ എടുത്ത് അതിനെ ഇരുവശങ്ങളിൽ നിന്നും 3 മടക്കുക. ശേഷം അതിന്റെ മധ്യഭാഗത്ത് എവിഡൻസ് വയ്ക്കുക. പിന്നീട് പേപ്പർ ഇതുപോലെ മടക്കി അതിന്റെ ഒരറ്റം മറ്റേ അറ്റത്തേക്ക് കയറ്റി വെച്ചതിന് ശേഷം എവിഡൻസിന്റെ ഡീറ്റെയിൽസ് അതിൽ എഴുതുക. ഡ്രഗസ്റ്റ് ഫോൾഡ് ഉണ്ടാക്കുന്നത് എപ്രകാരമാണെന്ന് നാം മനസ്സിലാക്കി കഴിഞ്ഞു. അടുത്തതായി ഈ എവിഡൻസ് പാക്ക് ചെയ്ത് സീൽ ചെയ്ത് കോടതിയിലേക്ക് അയക്കുന്ന പ്രൊസീജിയർ നമുക്ക് നോക്കാം. ഡ്രഗസ്റ്റ് ഫോൾഡിൽ പാക്ക് ചെയ്തു വെച്ചിരിക്കുന്ന എവിഡൻസ് ഒരു ബ്രൗൺ പേപ്പറിൽ പൊതിയണം. കേടുപാടുകൾ കൂടാതെ എവിഡൻസ് സൂക്ഷിക്കുന്നതിനും കോടതിയിലേക്ക് സുരക്ഷിതമായി എത്തിക്കുന്നതിനും വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ശേഷം അതിനു മുകളിൽ ത്രെഡ് കെട്ടി എവിഡൻസ് നഷ്ടപ്പെടുന്നില്ലെന്ന് ഉറപ്പുവരുത്തണം. ബ്രൗൺ പേപ്പറിന്റെ ഓപ്പണിംഗ് ഭാഗത്ത് വേണം ത്രെഡിന്റെ നോട്ട് വരാൻ. അതിനുശേഷം ഇതിലുള്ള എവിഡൻസിനെ കുറിച്ചുള്ള വിവരങ്ങളെല്ലാം ഈ പാക്കേജിന്റെ പുറത്ത് എഴുതണം. ഐറ്റം നമ്പർ, ക്രൈം നമ്പർ, ഡേറ്റ്, പോലീസ് സ്റ്റേഷൻ, എവിഡൻസിനെ കുറിച്ചുള്ള വിവരങ്ങൾ, കളക്ട് ചെയ്ത വ്യക്തിയുടെ പേര്, ഒപ്പ് മുതലായവയെല്ലാം അതിൽ ഉൾപ്പെടുത്തണം. തുടർന്ന് സീലിംഗ് വാക്സ് ഉപയോഗിച്ച് സീൽ ചെയ്യണം. ത്രെഡിന്റെ നോട്ട് വരുന്ന ഭാഗത്ത് സീൽ ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. തുടർന്ന് ഈ പാക്കേജ് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർക്ക് കൈമാറുകയും അദ്ദേഹം അത് കോടതിയിലേക്ക് അയക്കുകയും ചെയ്യുന്നു. ശേഷം കൂടുതൽ പരിശോധനകൾക്ക് വേണ്ടി ഇവയെ ഫോറൻസിക് ലാബിലേക്കും അയക്കുന്നു. ശരിയായ രീതിയിൽ എവിഡൻസ് പാക്ക് ചെയ്ത് സീൽ ചെയ്താൽ മാത്രമേ ഇവ കോടതി സ്വീകരിക്കുകയുള്ളൂ. അതിനാൽ തന്നെ മറ്റു കേടുപാടുകളൊന്നും എവിഡൻസിന് സംഭവിച്ചിട്ടില്ല എന്ന് ഉറപ്പുവരുത്തേണ്ടത് അനിവാര്യമാണ്.